തട്ടി മാറ്റിയിട്ട് അള്ളാന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് അള്ളാന്റെ റസൂല് ഫാത്തിഹ ഓതി, പിന്നിട്ട് സൂറത്തുൽ ബഖറ ഓതി. എന്നിട്ടോ അള്ളാന്റെ റസൂല് റുകൂഇല് പോയി. ആ റുകൂഇൽ നിന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നതെന്താ? സാധാരണ നമ്മൾ റുകൂഇ ചെയ്താൽ പറയുന്നതെന്താ? സുബ്ഹാന റബ്ബിയല്ലദീ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയല്ലദീ വബിഹംദിഹി. നമ്മൾ റുകൂഇൽ നിന്നിട്ട് ഏറിപ്പോയാൽ 3 പ്രാവശ്യം, അത് 3ആണോ 5ആണോ പറഞ്ഞതെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. നമ്മുടെ നിസ്കാര മാറ്റത്തെ റക്അത്താണോ 2ാമത്തെ റക്അത്താണോ ഉറപ്പില്ലല്ലോ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, സാധാരണ റുകൂഇൽ പറയുന്ന ദിക്ർ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടി കരയാൻ തുടങ്ങി. പാതിരാ സമയത്ത് റുകൂഇൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മണൽ പരപ്പിലോട്ട് ചിതറിത്തെറിച്ച് വീഴുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. പിന്നീട് റുകൂഇൽ നിന്ന് എഴുന്നേറ്റു. റുകൂഇൽ എഴുന്നേറ്റ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഈത്ദാലിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഏങ്ങി കരയുകയാ. പിന്നീട് നബി തങ്ങൾ സുജൂദിലേക്ക് പോയി. ആ സുജൂദിൽ കിടന്നിട്ട് തസ്ബീഹ് പറയുകയാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൽ കിടന്നിട്ട് ദിക്ർ പറഞ്ഞിട്ട് അവിടെ കിടന്നപ്പോ പിന്നീട് നബി തങ്ങൾ കരയാൻ തുടങ്ങി. കേൾക്കുക സഹോദരങ്ങളെ, സ്വർഗം സുഖകരമാകുന്നതിന് മുമ്പ്, നരകം ഭീകരമാകുന്നതിന് മുമ്പ് പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിലാ. 2ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ആല ഇംറാനോട് റുകൂഇൽ പോയിട്ട് കരയാൻ തുടങ്ങി. ഈത്ദാലിൽ നിന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. സുജൂദിൽ കിടന്നിട്ട് കരയാൻ തുടങ്ങി. ഏത് കരച്ചിലാണെന്നറിയോ? ഭാവിച്ചുള്ള നിലവിളിയല്ല, പേടിച്ചിട്ടുള്ള നിലവിളിയല്ല. ഏത് നിലവിളിയാണ്? ആയിഷ ബീവി പറയുകയാ, കാസീരിൽ മർജലി, അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാ. കാസീരിൽ മർജലി, ചുട്ടുപഴുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് വെള്ളമൊഴിച്ച ആ സമയത്തേത് ശബ്ദമാണോ കേൾക്കുക? ആ ശബ്ദം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടുപോയി. ഏത് ശബ്ദമാ? പെങ്ങളെ കേട്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരാ കേട്ടിട്ടുണ്ടോ? വാവിട്ട നിലവിളിയല്ല, വാവിട്ട നിലവിളിയല്ല, മരണത്തെ മുന്നിൽ കണ്ട നിലവിളിയല്ല. നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ കണ്ടതല്ലേ? തിരുവനന്തപുരം സാരാഭായി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ഏതാണ്ട് 40ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും പോയ ടൂറിസ്റ്റ് ബസ്സല്ലേ? എന്റെ സ്വദേശമായ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് തേനി ദേശീയപാതയില് 60-യുള്ള കൊക്കയിലോട്ട് മരുന്ന് വീടുമ്പോ ഏതാണ്ട് 8 കുട്ടികളല്ലേ ചതഞ്ഞരഞ്ഞ് ചാമ്പലായത്. ആളുകളെ കേൾക്കുന്നവരെന്താ? അതേവരെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ കുട്ടികള് ടിവിയിൽ സിനിമ കണ്ട് ഗാനമേള നടത്തി ആട്ടുപാട്ടവുമായി. സാധാരണ ടീനേജല്ലേ, നമുക്കറിയാമല്ലോ. ആ ടൂറിസ്റ്റ് ബസ്സിന് കുതിച്ചു ചാടുമ്പോ, ഗാനമേള നടത്തി പാട്ടുപാടി കുതിച്ചു ചാടുമ്പോ ആ സമയത്താണ് ഇസ്രായേലിന്റെ വിളി വന്നത്. കൊക്കയിലോട്ട് മറിഞ്ഞു പോകുമ്പോ നാട്ടുകാര് കേട്ടത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നിലവിളിയോ. ഏത് നിലവിളിയാണെന്നറിയോ? സഞ്ചരിച്ചു വന്ന വാഹനം 4 പ്രാവശ്യം കീഴ്മേല് പറയുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് അമ്മേ അമ്മേ എന്ന നിലവിളി കേൾക്കുമ്പോ മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിച്ച നിലവിളിയല്ല സഹോദര. ഏതാ ചെറുപ്പക്കാരാ നിലവിളി? പാതിരേ സമയത്ത് ശബ്ദം പാറിയുടെ ചൂട് തട്ടി മാറ്റിയിട്ട് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് നനഞ്ഞുണ്ടാക്കിയ മസ്ജിദിന്റെ വരയുടെ ഉള്ളില് കാസീരിൽ ഒരു ചളി, കാസീരിൽ ഒരു ചളി. ചുറ്റുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് വെള്ളമൊഴിച്ച ഏത് പറയുന്ന ശബ്ദമാണ് കേട്ടത്? ലോക ചരിത്രത്തിലൊരു നായകന്റെ ഹൃദയത്തിൽ ഈ ശബ്ദം കേട്ടിട്ടില്ല. നെപ്പോളിയന്റെ ആക്രോശം കേട്ട, അലക്സാണ്ടറിന്റെ വെല്ലുവിളി കേട്ട, പേപ്പോട്ടിന്റെ അധികാരത്തിന്റെ വിളി കേട്ട ലോകമേ, പാതിരേ സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ മായുടെ ഉള്ളില് ചുറ്റുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയുടെ വെള്ളം പറയുന്നത് പോലെ അവസാനം പൊട്ടിക്കിടന്ന് സുജൂദിൽ കിടന്ന് സലാം വീട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ എന്താ? അല്ലാഹുവേ 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 അല്ലാഹുവേ
അല്ലാഹുമ്മ